മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRLും ജീവനക്കാരും നൽകിയ ഹർജി തള്ളി. ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കരിമണൽ കമ്പനിയായ CMRL അവർക്കെതിരെ നടക്കുന്ന ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായം, നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത്, ഇതിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് SFIO പോലുള്ള സ്ഥാപനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഒരേ വിഷയത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് അത് നീതീകരിക്കാനാവില്ലെന്ന ഒരേ വിഷയത്തിൽ തന്നെയാണ് ഇത്തരം അന്വേഷണങ്ങൾ തുടരുന്നത്. EDയുടെ അന്വേഷണവുമെല്ലാം തന്നെ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ കമ്പനി ജീവനക്കാർ, ചില ഉദ്യോഗസ്ഥരും അതോടൊപ്പം CMRL കമ്പനി തന്നെയുമാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്ന SFIയുടെ അന്വേഷണം തുടരട്ടെ, EDയുടെ അന്വേഷണം തടയണമെന്നതടക്കമുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇത് നിരാകരിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളിൽ ഏജൻസികൾക്ക് അന്വേഷണം നടത്താം, അതിന് നിയമപരമായും സാങ്കേതികപരമായും യാതൊരു തടസ്സവുമില്ല എന്നതടക്കം ഹൈക്കോടതി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരു ആക്ഷേപമായി ഉയർന്നു വരികയും ഇപ്പോൾ EDയുടെ അന്വേഷണത്തിൻ്റെ എല്ലാം തന്നെ പരിധിയിലുമുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ CMRL കമ്പനിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി സേവനം നൽകാതെ ഏതാണ്ട് 1,70,00,000 പരം രൂപ കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിലുള്ളതാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്നതെല്ലാമാണ് ആവശ്യങ്ങളായി ഉയർന്നിരുന്നത്. വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ED അടക്കം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് ED അടക്കം അന്വേഷണത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി EDക്ക് ലഭിച്ചിരിക്കുന്നു, അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CMRLന്റെ കമ്പനി, അതിൻ്റെ ഉദ്യോഗസ്ഥർ, ഒപ്പം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി ഇവരെ അടക്കം EDക്ക് വിളിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലുകളിലേക്കെല്ലാം അടുത്ത നടപടി എന്ന രീതിയിലേക്ക് ED കടക്കുകയും ചെയ്യും. ഏതായാലും ഹൈക്കോടതി ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. CMRLന്റെ എതിർപ്പുകളെയെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ളൊരു അന്വേഷണം നടത്താനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും EDക്കുണ്ട് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.